എയർപോർട്ടിൽ എത്തിയത് മുതൽ കയറി ഇറങ്ങുന്നത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ. മൊബൈൽ, ചാർജർ, അങ്ങനെ ഇലക്ട്രിക് സാധനങ്ങൾ, വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ തുറന്ന് തന്നെ നമ്മൾ ഹാൻഡ് ബാഗിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെളിയിൽ വെച്ചിട്ട് ഈ ട്രേയിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ കയ്യിലെടുക്കുന്ന ഹാൻഡ് ബാഗിൽ കത്രിക, നെയിൽ കട്ടർ, ഓയിൽ സാധനങ്ങൾ അങ്ങനെയുള്ള ഒരു സാധനം പാടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്ത് ഇതൊക്കെ മാറ്റിക്കളയും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. എല്ലാം വിശദമായി കാണിച്ചും പറഞ്ഞും ഞാൻ തരുന്നുണ്ട്. ആദ്യമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. ബാഗ് കയ്യോ എടുക്കാൻ പറ്റിയില്ല, പോയോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും കുറേ സമയം. അപ്പോൾ ഇവിടെ നേരം വെളുത്തു. 5-5:30, ഏകദേശം 5:30 ആവാനായി. അപ്പോൾ ഇവിടെ നേരം വെളുക്കുന്നു. നേരത്തെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. വണ്ടി കയറിയിട്ടാണ് 4 മണിക്ക് എണീറ്റ് എല്ലാം റെഡിയായി വണ്ടി കയറിയപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പം നമ്മളെ ഫ്ലൈറ്റ് നമുക്ക് മോർണിംഗ് ഫ്ലൈറ്റാണ്. 8:50 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് 6 മണിക്കെങ്കിലും അവിടെ എത്തണമായിരുന്നു. അതുകൊണ്ട് രാവിലെ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ച് വിടാലോ എന്നും വിചാരിച്ച് ഞങ്ങൾ 5:30 തന്നെ ഇറങ്ങി. 6:30 ആകുമ്പോഴേക്കും നമ്മളിതാ ഭുവനേശ്വർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഭുവനേശ്വർ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി കാറൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്തു പോകും കണ്ടോ. അവിടെ അങ്ങനെ നിർത്തിയിടാൻ പാടില്ല കുറച്ച് നേരം. ബാക്കിൽ കാറുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങ് പോയിട്ട് ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞ കാര്യം ഡ്രൈവറെ വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ എത്തി അവിടം തൊട്ട് ഉള്ളിലേക്ക് കയറുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ ചെയ്യണം, എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചും തരാം, പറഞ്ഞും തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയ ഉടനെ ഇതുപോലൊരു ക്യൂവിൽ നിൽക്കുക. നമ്മളെ കയ്യിൽ ടിക്കറ്റും ആധാർ കാർഡ് എന്തെങ്കിലും നമ്മളെ രേഖകൾ കാണിക്കണം. ഇവിടെ ഉദ്യോഗസ്ഥർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണെങ്കിൽ നമ്മൾ മൊബൈൽ PDF കാണിച്ചാലും മതി. ഇനിയില്ല ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ ടിക്കറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ തിരക്കായതുകൊണ്ട് ഇപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ 2 ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് വിട്ടു. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാഗ്, ലഗേജ് ബാഗില്ലേ, അത് ഒന്ന് സ്കാനറിൽ വിട്ടു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇപ്പുറത്ത് വിട്ട് ഇപ്പുറത്ത് നിന്ന് എടുക്കുക. അവരൊന്ന് സ്കാൻ ചെയ്യുന്നതാണ്. നമ്മൾ ബാഗിൽ ഇതാ കണ്ടോ, ഇപ്പുറത്തിട്ടു ഇപ്പുറത്തു നിന്ന് എടുത്തു. ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അവർ ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം നമ്മുടെ ലഗേജ് ബാഗ് സ്കാൻ ചെയ്തു. നമ്മുടെ എല്ലാ ടോട്ടൽ ബാഗ് സ്കാൻ ചെയ്ത് ഇങ്ങോട്ടങ്ങ് എടുത്തു. ഇനി നേരെ പോകേണ്ടത് നമ്മൾ വേഗം വരേണ്ടത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അതായത് നമ്മുടെ ഏത് കമ്പനീൻ്റെ ഇതാണോ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടെ വന്ന് നിൽക്കണം. അവിടെ ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും എയർ ആകാശ്, എയർ ഇന്ത്യ, ഇൻഡിഗോ ഒക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഏതിലാണ് എടുത്തതെന്ന്. അപ്പോൾ ഇൻഡിഗോ ആണെങ്കിൽ ബ്ലൂ കളറിൽ ഇങ്ങനെ ഉണ്ടാവും. ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു കളർ കോഡ് കൂടിയുണ്ട്. ഇപ്പോൾ ഇൻഡിഗോ ആണെങ്കിൽ ബ്ലൂ കളറാണ്, എയർ ഇന്ത്യ റെഡ്, എയർ ആകാശ് ഓറഞ്ച് കളറ്, അങ്ങനെ ഒരു കളർ കോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന്. ഇവിടെ ഇങ്ങനെ വലുതാക്കിയിട്ട് എഴുതിയിട്ടും ഉണ്ടാവും. നമ്മളെ ലഗേജ് ബാഗൊക്കെ ടാഗ് ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് കിട്ടുന്നത് ബാംഗ്ലൂർ ഇറങ്ങാൻ നേരത്താണ് ലഗേജ് കിട്ടുക. കയ്യിലെടുക്കുന്ന ലഗേജ് മാത്രം നമുക്ക് കൊണ്ടുപോകാം. ഈ 2 ബാഗാണ് നമ്മൾ കയ്യിൽ കൊണ്ടുവന്നത്. അല്ലാതെ ലഗേജുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ പോകുന്ന ലഗേജിലേക്ക് കയറ്റുന്ന ബാഗ് 15 കിലോ ആയിരിക്കണം ഒരു ബാഗ് കേട്ടോ. ഒരു ടിക്കറ്റിന് 15 കിലോ. കയ്യിലെടുക്കുന്ന ഹാൻഡ് ബാഗ്സിന് 7 കിലോ. അങ്ങനെ ടോട്ടലി 22 കിലോയാണ് ഒരാൾക്ക് കൊണ്ടുപോകേണ്ടത്. അത് ഇന്ത്യേൻ്റെ ഉള്ളിലുള്ള നമ്മളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്കുള്ള വെയിറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്. 22 കിലോ. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിൽ ഇപ്പോൾ ദുബായ്, അമേരിക്കയിലൊക്കെ പോകുന്ന അവർക്ക് എത്ര കിലോ എന്ന് എനിക്കറിയില്ല. ലഗേജ് എല്ലാം വിട്ട് കഴിഞ്ഞ് നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി നേരെ വരേണ്ടത് ഇവിടെ ഒരു ചെക്കിങ് കൂടിയുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ലേഡീസിന് ഇപ്പുറത്ത് നിൽക്കണം, ജെൻസ് അപ്പുറത്താണ്. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയി പിന്നെ വീണ്ടും എൻ്റെ ഇങ്ങോട്ടേക്ക് വന്നു.
അപ്പോൾ ഇവിടെ ഈ ട്രേ ഉണ്ട്. ഈ ട്രേയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ മൊബൈൽ ഹാൻഡ് ബാഗ് ചെക്കിംഗ് ആണിത്. ഹാൻഡ് ബാഗിലിരിക്കുന്ന മൊബൈൽ, ചാർജർ, അങ്ങനെ ഇലക്ട്രിക് സാധനങ്ങൾ, വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തുറന്ന് തന്നെ നമ്മൾ ഹാൻഡ് ബാഗിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെളിയിൽ വെച്ചിട്ട് ഈ ട്രേയിൽ ഇട്ട് കൊടുക്കണം. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച്, അങ്ങനെ എല്ലാം, മൊബൈൽ, വാച്ച്, ഇലക്ട്രിക് സാധനങ്ങൾ, വാട്ടർ ബോട്ടിൽ, അങ്ങനെ എല്ലാം ഇതിൽ ഇട്ട് ഈ ട്രേയിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോഡി സെക്യൂരിറ്റി ചെക്കിങ്ങും കൂടിയുണ്ട്. നമ്മളെ ഫുള്ളൊന്ന് ബോഡി ചെക്ക് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വിടുമ്പോൾ നമ്മളിവിടെ സ്കാനറിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ കയ്യിലെടുക്കുന്ന ഹാൻഡ് ബാഗിൽ കത്രിക, നെയിൽ കട്ടർ, ഓയിൽ സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരു സാധനം പാടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തതൊക്കെ മാറ്റിക്കളയും. ഇനി അബദ്ധത്തിൽ എന്തെങ്കിലും ബാഗിൽ പെട്ടുപോയാൽ തന്നെ അവർ സ്കാനറിൽ കണ്ടിട്ട് അതൊക്കെ എടുത്ത് മാറ്റിപ്പിക്കും. ഇനി വേറെ ഒരു ചെക്കിങ്ങും ഇല്ല. ഇനി ചെറുതായിട്ടുള്ള ടിക്കറ്റ് ചെക്കിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ പോകേണ്ടത് നമ്മളെ ഗേറ്റ് നമ്പറിലേക്കാണ്. നമ്മൾ എവിടെയാണ് നമ്മളെ ഗേറ്റ് നമ്പർ, അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മളുടെ 5 ആണ് ഗേറ്റ് നമ്പർ. അപ്പോൾ അതിങ്ങനെ ആരോ മാർക്കിൽ യെല്ലോ കളറിൽ ഇത് ഈ 4 തൊട്ട് 8 വരെ ഇവിടെയാണ്. അപ്പോൾ ഇത് ഇവിടെ എക്സിലേറ്ററിൻ്റെ ഇപ്പുറത്ത് തന്നെ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു, എക്സിലേറ്റർ മാത്രമാണോ അല്ലാതെ പോകാൻ സ്റ്റെപ്പ് ഉണ്ടോയെന്ന്. ഇതാ ഇവിടെ ഈ വീഡിയോയിൽ ഞാനത് വ്യക്തമായി കാണിക്കുകയാണ്. തൊട്ട് തന്നെ സ്റ്റെപ്സും ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് കയറാൻ മടിയുള്ളവർക്ക്, ഇപ്പോൾ പേടിയൊക്കെ ഉള്ളവർക്ക് സ്റ്റെപ്പിലൂടെയും കയറാം കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എക്സിലേറ്റർ വഴി നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. നമ്മളെ ഗേറ്റ് നമ്പർ നോക്കിക്കൊണ്ട് പോകുന്നു. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗേറ്റ് നമ്പർ തപ്പി പോയാൽ മതി. ബാക്കി എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഞാനിങ്ങനെ കാണിച്ചു തരികയാണ്. ഇനി ഇവിടെ നേരെ ഇതാ ഗേറ്റ് നമ്പർ 5 എഴുതിയിട്ടുണ്ട്. അവിടെ ആയിരിക്കും നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്. നമ്മളെ ബോർഡിംഗ് പാസിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. നമ്മളെ ഗേറ്റ് നമ്പർ എത്രയാണ്, നമ്മളെ സീറ്റ് നമ്പർ എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും നമ്മളെ അതിലുണ്ടാവും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളെ ടൈം എഴുതിയിട്ടുണ്ടാവും, ബോർഡിംഗ് ടൈം ഇത്രയാണെന്ന്. അതായത് ഒരു ഏകദേശം 45 മിനിറ്റ്സ് നമുക്ക് ബോർഡിംഗ് ടൈമായിട്ട് തരും. അവിടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം തന്ന് നമ്മൾ അതിന് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ടൈമാണ് ഈ ബോർഡിംഗ് ടൈം എന്ന് പറയുന്നത്. അത് 45 മിനിറ്റ് മുമ്പ് തുടങ്ങും, ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പായിരിക്കും. അപ്പോൾ ഇതിവിടെ ബോർഡിംഗ് ടൈം തുടങ്ങി നമ്മളിതാ എൻ്റെതും അവർ ചെക്ക് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. ഉള്ളിലേക്ക് പോകുന്നത് ഇനി ഫ്ലൈറ്റിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഇതാ ഇപ്പുറത്ത് കണ്ടോ, ആ ഗ്ലാസ് കൂടെ കാണുന്നില്ലേ, അത് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ്. നമുക്ക് പോകാനുള്ള വഴി കണ്ടോ, ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇപ്പുറത്ത് കൂടെ അങ്ങ് നേരെ അങ്ങ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവർ എന്നെ കാത്തു നിൽക്കുകയാണ്. ഇതാ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിലേക്ക് പോകുന്ന വഴി ഇതാ, ഇതിലൂടെ അങ്ങ് നീളത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഡോറിൻ്റെ അടുത്ത് ഒരു ചെക്കിങ് കൂടിയുണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസ്സിൽ നമ്മളെ പേര്, അഡ്രസ്സ് ഒക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുക. അങ്ങനെ ഒരുപാട് ചെക്കിങ് അവിടെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനി ഇത് ഇവിടെയും ക്യൂ നിന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ചെക്കാണ്. ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുക. ഇതിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇപ്പോൾ കയറുമ്പോഴും നമുക്ക് പുതിയൊരു അനുഭവമാണ്. 3-4 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പുതിയൊരു അനുഭവമാണ്. ആദ്യമായിട്ട് കയറുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതാ ഇവരെ ഹെയർ ഹോസ്റ്റസിനെയൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ്. അവർ സമ്മതിക്കില്ല, വീഡിയോ എടുക്കരുത്, അവരെ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഹെയർ ഹോസ്റ്റസിനെ ഒന്നും എടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മെല്ലെ ഇങ്ങനെ ഒന്ന് താഴെ വെച്ച് മൊബൈലൊന്ന് പൊന്തിച്ചതാണ്. ഇനി ഇതപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞു. നമ്മളെ ഇൻഡിഗോയിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ബാക്കിലിരിക്കുന്നവരെ ഒരു 10-30 പേരെ ഒന്നിച്ച് കയറ്റും. പിന്നെ നടുക്കിരിക്കുന്നവരെ 30 പേരെ കയറ്റും. പിന്നെ ഫ്രണ്ടിലേക്കുള്ള 30 പേരെ കയറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ തിക്കും തിരക്കും ഇങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ഫുള്ളായതിന് ശേഷമാണ് അടുത്ത ഭാഗം കയറ്റുക. ഇതിപ്പോൾ എല്ലാവരും ഒന്നിച്ച് കയറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ പതുക്കെ നമ്മൾ ഉള്ളിലേക്ക് ഓരോരുത്തർ ചെക്ക് ചെയ്ത് അവിടെ ഇരിക്കണമല്ലോ. അവരുടെ ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗമാണ് ഇത്. ഇപ്പുറത്തെ സൈഡ് 3 സീറ്റ് ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡ് 3 സീറ്റ് ഉണ്ടാവും. ഇപ്പുറത്ത് ABCD. അപ്പോൾ എല്ലാത്തിനും ഈ ABCD ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഇതിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ 15A ഇരിക്കേണ്ടവർ 15A ഇരിക്കുക, 15E ഇരിക്കേണ്ടവർ ഈ അങ്ങനെ ഒക്കെയാണ് ഇതിലെ സീറ്റ് നമ്പർ കേട്ടോ. അപ്പോൾ
26F അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടേത്. അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് നമ്മുടെ സീറ്റിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ നമുക്ക് വെക്കാനുള്ള ഹാൻഡ് ബാഗ്സ് വെക്കാനുള്ള പ്ലേസ് കൂടിയുണ്ട്. അതവിടെ വെച്ചിട്ട് നമ്മളിതാ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് മോനെ വിട്ടിട്ട് നമ്മൾ 3 പേരും ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പുറത്ത് 3 പേര്, അപ്പുറത്ത് 3 പേരാണ്. സീറ്റ് നമ്പറിൻ്റെ കൂടെ ABCD എന്നും കൂടി എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കുക. EFGHIJ അങ്ങനെ എല്ലാം 26 അക്ഷരങ്ങളും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ 15ൻ്റെ ABCയും ഉണ്ടാവും, ചിലപ്പോൾ DEF ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇരിക്കുക. അപ്പം ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ മൊബൈൽ എയ്റോപ്ലെയിൻ മോഡിൽ വെക്കണം, മൊബൈൽ ഓഫ് ചെയ്യണം, ബെൽറ്റ് ഇടണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ സ്റ്റാർട്ടായി. അപ്പോൾ മൊബൈലൊക്കെ ഓഫാക്കുകയാണ്. എയ്റോപ്ലെയിൻ മോഡിലാക്കിയിട്ട് ഞാൻ ആ മൂവ് ചെയ്യുന്നൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അതിൻ്റെ ആ ചിറകിൻ്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. അതാണ് നമ്മളെ വിൻഡോയിലൂടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റോഡിലൂടെ തന്നെ ഒരുപാട് നേരം മൂവ് ചെയ്ത് ഇപ്പോഴാണ് ഫ്ലൈറ്റ് ഒന്ന് പൊന്തിയത്. ആ പൊന്തുന്ന ആ സെക്കൻഡിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഒന്ന് നെഞ്ചൊന്നാളും ആ പൊന്തുന്നെടുത്ത്, പിന്നെ ഒന്നും കൂടി ഒന്ന് ഉയരുമ്പോൾ ഒന്നും കൂടി ഒന്ന് നെഞ്ചാളും. വലിയ ഊഞ്ഞാലിൽ ഈ വലിയ ഊഞ്ഞാലില്ലേ ഈ ഉത്സവത്തിനൊക്കെ കാണാൻ, അതിലിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു നെഞ്ച് ഒരാളുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ പേടി. പിന്നെ കുറേ നേരം മൂവ് ചെയ്ത് നമ്മൾ എത്രയോ ഉയരത്തിലെത്തി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് പൊന്തും, പെട്ടെന്ന് തന്നെ അങ്ങ് ഉയരത്തിലെത്തും. ഇതാ മേഘങ്ങളൊക്കെ ഇങ്ങനെ പാർന്ന് കണ്ടോ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി അങ്ങ് പൊന്തുമ്പോഴേക്ക് ബ്ലൂ കളറായി. പിന്നെ ഫുൾ മേഘം ഇങ്ങനെ മൂടിയതുകൊണ്ട് പിന്നെ ഒന്നും നമുക്ക് കാണില്ല, മരങ്ങളോ ബിൽഡിങ്ങോ അങ്ങനെ ഒന്നും കാണില്ല, ഫുൾ ആകാശമാണ്. ഈ സമയത്ത് നമുക്ക് ബെൽറ്റൊക്കെ ഊരിയിടാം, മൊബൈലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ നോക്കാം, ഡൗൺലോഡ് ചെയ്ത് വെച്ചത്, വാഷ്റൂം പോകേണ്ടവർക്ക് പോകാം. അങ്ങനെ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ ബാംഗ്ലൂർ എത്തി താഴേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. ആ ഇറങ്ങാൻ നേരത്ത് മുകളിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ അതാ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് താഴെ ഇറങ്ങുകയാണ് ഇത്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ എത്താനാവുമ്പോൾ തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യൂ കേട്ടോ. ബാംഗ്ലൂർ എത്താനായി, വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറയും. ഇനി അരമണിക്കൂറേ ഉള്ളൂ. പിന്നെ ആരാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത്, അവരുടെ പേര്, അങ്ങനെ എല്ലാം പൈലറ്റിൻ്റെ പേരൊക്കെ പറയും. അങ്ങനെ നമ്മളെ അറിയിക്കും. അപ്പോൾ താഴേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴേക്ക് പിന്നെയും പറയും ബെൽറ്റൊക്കെ ഇടാൻ. അപ്പോഴത്തേക്ക് നമ്മൾ ബെൽറ്റൊക്കെ ഇടുക. ഇറങ്ങി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലൊക്കെ ഓണാക്കാം. അപ്പോൾ വീണ്ടും അവർ വെൽക്കം ഒക്കെ പറയും. മോർണിംഗ് 10:50 ആയിട്ടേ ഉള്ളൂ. അതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ മൂടിയ പോലെ കാണുന്നത് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ സ്ലോ ആയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഡോറൊക്കെ തുറക്കുക. എല്ലാം പുറത്തിറങ്ങി വരുമ്പോഴേക്കും അവിടെ തന്നെ ഒരു അരമണിക്കൂറാവും വെളിയിലിറങ്ങുമ്പോൾ. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി, ഇത് നമ്മൾ വെളിയിലിറങ്ങി ഇനി നേരെ പോവുകയാണ്. ഇനി ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു എയർപോർട്ടാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രണ്ടിലെത്താൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആവും. പിന്നെ ഇതെങ്ങനെയൊക്കെ പോയി ഇവിടെ എക്സിലേറ്റർ വഴി നേരെ മുകളിലേക്ക് കയറുന്നു, പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ എത്തുന്നത്. നമ്മൾ ഭുവനേശ്വർ എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ എയർപോർട്ടായിരുന്നു. ഇത് കുറച്ച് ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ വലിയ എയർപോർട്ടാണ്. അപ്പോൾ അങ്ങ് ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് എത്താൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഏറ്റവും കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും എടുക്കും. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി ഇവിടുന്ന് പിന്നെ ഇങ്ങനെ ഈ ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ള എക്സിലേറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ നടക്കാൻ പേടിയുള്ളവർക്ക് ഇപ്പുറത്തൂടെ നടക്കാം, പെട്ടെന്ന് എത്തേണ്ടവർക്ക് ഇതിലൂടെയും കയറാം. ഇതിലൂടെ കയറി നല്ല രസമാണ്, നമുക്ക് നടക്കാം. അത് അവിടെ നിന്നാലും നമ്മളെ നേരെ അങ്ങ് കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ നമുക്ക് നടക്കുകയും ചെയ്യാം. ഇപ്പുറത്ത് ഇതിൽ കയറാൻ പേടിയുള്ളവർക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ താഴേക്ക് വീണ്ടും പോകണം. താഴേക്ക് എത്തിയിട്ട് പിന്നെ താഴെയാണ് അവിടെ വാഷ്റൂമൊക്കെ ഉണ്ടാകുന്നത്, ടോയ്ലറ്റ്സൊക്കെ അവിടെയാണുള്ളത്. എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നല്ലേ ഫ്ലൈറ്റൊക്കെ. ഇനി ഇത് ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു എയർപോർട്ടാണ്, നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ. താഴെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ പറ്റിയാൽ കാണിക്കാം, ഇല്ലെങ്കിൽ നോക്കട്ടെ. അപ്പം എത്ര ലെങ്ത് ആകുന്നുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെയാണ് ടോയ്ലറ്റൊക്കെ ഉള്ളത്.
അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ഫ്രഷായി എല്ലാം റെഡിയായിട്ട് വീണ്ടും നമ്മൾ ഇതെവിടെയൊക്കെ കണ്ടോ ചെടികളൊക്കെ ഈ ബാംഗ്ലൂർ എയർപോർട്ടിലില്ലേ ഫുൾ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇനി ഇത് വീണ്ടും താഴേക്ക് പോകുന്നു. താഴേക്ക് പോയിട്ട് അവിടെയും അങ്ങ് ഫ്രണ്ട് ഡോറിൻ്റെ അടുത്താണ് നമ്മൾ ബാഗൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഈ ബാഗ് എടുത്തിട്ട് നടക്കേണ്ട സിറ്റുവേഷനൊന്നുമില്ല. ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തായിരിക്കും നമ്മളെ ബാഗ് വരുന്നത്. ഇത് ഇവിടെ നിന്ന് താഴെ ഇറങ്ങുന്നത് നമ്മളെ അവിടെ ആയിരിക്കും ബാഗെല്ലാം വരുന്നത്. അവിടെ എഴുതി കാണിക്കും ഇന്ന ഫ്ലൈറ്റ് നമ്പറിലെ ബാഗൊക്കെ ഇതിലാണ് വരിക എന്ന് അവിടെ എഴുതി കാണിക്കും. പിന്നെ അനൗൺസ്മെൻറ്റും പറയൂ കേട്ടോ. ഇതൊന്നും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ ബാഗ് എവിടെയാണ് കിട്ടുക ഒന്നും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഫ്ലൈറ്റിലുള്ള ആൾക്കാരെ നമുക്ക് അറിയാമല്ലോ. ഇന്ന് അവർ പോയി നിൽക്കുന്ന അവിടെ പോയി നിന്നാൽ മതി. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു ഫ്ലൈറ്റിലിരുന്ന ഒത്തിരി പേരെ നമ്മളെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇരുന്നവരെയൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എവിടെയാണോ പോയി നിൽക്കുന്നത് അവിടെ പോയി നിന്നാലും മതി. പക്ഷെ അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതി കാണിക്കും ഈ ഇന്ന വണ്ടിയിൽ ഇന്ന ഫ്ലൈറ്റിലെ സാധനങ്ങൾ ലഗേജ് ബാഗ്സ് വരുന്നത് ഇവിടെയാണെന്ന് അവിടെ എഴുതി കാണിക്കും. നമ്മൾ അവിടെ പോയി നിന്നാൽ മതി. അപ്പോൾ ഇത് നമ്മുടേത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വരുമ്പോൾ നമ്മൾ ഭുവനേശ്വറിൽ നിന്ന് കയറ്റി വിട്ട നമ്മുടെ ലഗേജ് ബാഗ്സ് ഇവിടെയാണ് കിട്ടുന്നത്. ഇപ്പോൾ വരൂ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കണം, ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കറങ്ങി വരും. മോനെ എടുത്തു, നമ്മുടെ 2 ബാഗും കിട്ടി. പിന്നെ ഇനി നമുക്ക് ഈ ബാഗ് എടുത്തിട്ട് വെളിയിലിറങ്ങാം. ഡോറിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനി ടാക്സി പിടിക്കേണ്ടവർക്ക് ടാക്സി പിടിക്കാം. ടാക്സി തന്നെ ഉണ്ടാവും ഫ്രണ്ടിൽ. ഇനി ബസ്സിൽ പോകേണ്ടവർക്ക് ബസ് ഉണ്ടാവും. അപ്പോൾ ഇനി വെളിയിലേക്ക് നേരെ അങ്ങ് ഇറങ്ങാം. കുറച്ചും കൂടി അങ്ങോട്ട് പോകണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെയൊക്കെ വേറെ ഫ്ലൈറ്റ് വന്നതിൻ്റെ ബാഗൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ തന്നെ 2 ഫ്ലൈറ്റ് വന്നായിരുന്നു. നമ്മളതൊന്ന് വേറെ ഒന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും, നമ്മളെ ബാഗ് എപ്പുറത്താണ് വരുന്നത്, അപ്പുറമാണോ ഇപ്പുറമാണോ. പക്ഷെ അവിടെ വ്യക്തമായിട്ട് എഴുതി കാണിക്കും. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ അനൗൺസ്മെൻറ്റും ചെയ്യും കേട്ടോ. ഇന്ന ഫ്ലൈറ്റിൽ ബാഗ് വരുന്നത് ഇന്ന നമ്പർ ഗേറ്റിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കവിടെ അറിയാൻ പറ്റും. അവിടെ എഴുതി വെക്കും നമ്പറും, ഫ്ലൈറ്റിൻ്റെ നമ്പറും പേരും ഒക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അറിയാൻ പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങിയ ആൾക്കാരെയൊക്കെ നമുക്കറിയാമല്ലോ. അവർ നിൽക്കുന്നിടത്ത് പോയി നിന്നാൽ മതി. നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയാൽ മതി. കണ്ടോ ഇവിടെയൊക്കെ പൂച്ചെടികളൊക്കെ നട്ട്. ഇത് വേറൊരു ഫ്ലൈറ്റിൽ ബാഗ് വന്നത് കണ്ടോ പോകുന്നത്. ഇതിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം എടുക്കാൻ എങ്ങാനും പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും കറങ്ങിയിട്ട് വീണ്ടും വരും. അങ്ങനെ പേടിക്കൊന്നുമില്ല. നമ്മൾ അയ്യോ ബാഗ് പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എടുക്കുന്ന അത്രയും സമയം കറങ്ങിക്കൊണ്ടിരിക്കും. ബാഗിൽ നമ്മളെ അഡ്രസ്സ്, നമ്മുടെ പേര് ഒക്കെ, നമ്പർ, ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബാഗ് അങ്ങനെ പോവുമൊന്നുമില്ല കേട്ടോ. ഇനി എടുത്തിട്ടില്ല അവർ ആ നമ്പറിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ബാഗ് അയ്യോ എടുക്കാൻ പറ്റിയില്ല പോയോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും കുറേ സമയം. അപ്പോൾ നമ്മൾ പതുക്കെ വാഷ്റൂമിലൊക്കെ പോയി പതുക്കെ വന്നാൽ മതി. നമ്മളെ ബാഗ് അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഈ ഗ്ലാസിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെയാണ് നമ്മളെയൊക്കെ വെയിറ്റ് ചെയ്ത് ആൾക്കാർ നിൽക്കുക. നമ്മളെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഓരോരുത്തർ വരുന്നില്ലേ, അവരൊക്കെ നിൽക്കുന്ന ഇവിടെയാണ്. ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഗ്ലാസ് ഗേറ്റിൻ്റെ വെളിയിലാണ്. അപ്പോൾ ഇതപ്പോൾ എൻ്റെ മോനും പപ്പയും കൂടി പോവുകയാണ്. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാഗൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകാൻ. എൻ്റെ ബാഗാണ്. അപ്പോൾ മോന് ഒന്ന് തോളത്തൂട്ടിട്ടുണ്ട്, ഒന്ന് കയ്യിലും പിടിച്ച് ഉരുട്ടിക്കൊണ്ടു. അപ്പോൾ എനിക്ക് സുഖമായി. എനിക്ക് ചുമ്മാ ഹാൻഡ് ബാഗും തൂക്കി നടന്നാൽ മതി. ഞങ്ങൾ അധികം ലഗേജ് എടുത്തിട്ടില്ല മനഃപൂർവ്വം. കാരണം ഒരുപാട് ലഗേജൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ, ബസ്സിലും കൂടെ യാത്ര ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മൾ 2 ബാഗേ ഉള്ളൂ നമ്മളെ കയ്യിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി നമ്മളിതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ ഇവിടെ ബാംഗ്ലൂരിലെ എയർപോർട്ടിലെ വെളിയിലുള്ള കാഴ്ചകൾ, നമ്മൾ ഭക്ഷണം കഴിക്കണം, വെള്ളം വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തായി. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.